ഇനി ഒട്ടകത്തിന്റെ മുകളിൽ കയറാൻ വേറെ എവിടെയും പോകണ്ട, നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ ഒട്ടകമൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ കോഴിക്കോട് ബീച്ചിലാണ് നമ്മൾ ഇന്നുള്ളത്. ഇപ്പൊ പഴയ പോലെ നല്ല ഉപ്പിലിട്ട സാധനങ്ങൾക്ക് പ്രത്യേക സ്റ്റാളുകളുണ്ട്. ഇങ്ങനെ മാറ്റിയതിനു ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് ബീച്ചിലോട്ട് വരുന്നത്. അങ്ങനെ അവിടെ ഉപ്പിലിട്ട സാധനമൊക്കെ മേടിച്ച് കഴിച്ചപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ട് നമ്മുടെ ഒട്ടകമായിട്ട് കുറെ ചേട്ടന്മാരവിടെ നിൽക്കണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ ഒട്ടകത്തിന്റെ മുകളിൽ കയറി. ഒരാൾക്ക് 100 രൂപയാണ് നമുക്ക് ചാർജ് ചെയ്യുന്നത്. ഈ ഒട്ടകപ്പുറത്തുള്ള യാത്ര നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ്. പിടിച്ചെന്നില്ലെങ്കിൽ എപ്പോ വീണു എന്ന് ചോദിച്ചാൽ. അങ്ങനെ നമ്മൾ ബീച്ചിന്റെ ഭംഗി ആസ്വദിച്ച് കുറെ നേരം അവിടെ ഇങ്ങനെ കാലും നനച്ചു നിന്നു. കുറെ പിള്ളേരുണ്ടായിരുന്നു ഈ പ്രാവശ്യം ബീച്ചിൽ. വെക്കേഷൻ ആയതുകൊണ്ടാണ് തോന്നുന്നു അത്യാവശ്യം നല്ല തിരക്കന്നെ ഉണ്ടായിരുന്നു. ബീച്ചിന്റെ അടുത്ത് തന്നെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. 20 പോയിന്റ്സിന് നമുക്കൊരു ബോർബൺ ബിസ്ക്കറ്റ് ഒക്കെ കിട്ടിട്ടോ. പിന്നെ നമ്മൾ ഐസ്വരത്തിയൊക്കെ കഴിച്ച് ഫുഡ് സ്ട്രീറ്റ് പോലത്തെ ഒരു സെറ്റപ്പിലൂടെ ഇങ്ങനെ നടക്കുമായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു. ചില്ലുംകൂട്ടിൽ കുറെ വെറൈറ്റി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചില്ലുകൂട്ടിൽ നിന്നും ഒരു കാട് മുട്ട ഫ്രൈ മേടിച്ച് കഴിച്ചു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ബീച്ചിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു എക്സ്പോ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വാച്ചിലും റൈഡിലും കയറാൻ പറ്റിയില്ല എന്ന വിഷമം തീർക്കാനായിട്ട് നമ്മൾ റൈഡിലും കയറ്റി. അതിന് തിരിച്ച് വീട്ടിലോട്ട് പോവാണേ. അപ്പൊ സീ യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. അപ്പൊ ശരി.